യമാലിന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന നേഷൻസ് ലീഗ് ഫൈനലാണ്. അന്ന് ഇതുപോലെ ഡയലോഗ് അടിച്ചെത്തിയ യമാലിനെ റോണോയും സംഘവും തകർത്തുവിട്ടു. ന്യൂനോമെന്റസ് അന്ന് യമാലിനെ അനങ്ങാൻ പോലും വിട്ടില്ല. എങ്കിലും യമാൽ ഡയലോഗ് അടി നിർത്തിയില്ല. ലോകകപ്പ് സെമി പോലെ ഒരു വലിയ പോരാട്ടത്തിനെത്തുമ്പോൾ പക്ഷേ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാൻ യമാലിന് ന്യായമായും അവകാശമുണ്ട്. ഗോളുകൾ ഒരുപാട് നേടിയില്ല എങ്കിലും അന്യായ പെർഫോമൻസ് ആണ് 19 തികഞ്ഞ താരം ഈ ലോകകപ്പിൽ നടത്തുന്നത്. എന്നാലും അപ്പുറത്ത് എംബാപ്പയും ഡെംബലയും മത്സരിച്ച് ഗോളടിക്കുന്ന ഫ്രാൻസ് അല്ലേ. പോർച്ചുഗലിനോട് ഫൈനലിൽ തോറ്റ നേഷൻസ് ലീഗിലും കിരീടം നേടിയ യൂറോ കപ്പിലും പക്ഷേ ഫ്രാൻസിനെ തകർത്തത് യമാലും സംഘവുമായിരുന്നു. എന്നാൽ ദശാബ്സിന്റെ സംഘം ഇക്കുറി കൂടുതൽ അപകടകാരികളാണ്. 7 ഗോൾ നേടിയ എംബാപ്പയെക്കാളും 5 ഗോൾ നേടിയ ഡെംബലയെക്കാളും അപകടകാരിയാണ് 5 അസിസ്റ്റുകൾ സ്വന്തമായുള്ള മൈക്കൽ ഒലീസെ. ഗോളടിക്കാൻ അവർക്ക് കൂടുതൽ സമയം പന്ത് കൈവശം വെക്കണമെന്ന് പോലുമില്ല. എതിരാളികളുടെ ചെറിയ പിഴവിലും അർദ്ധാവസരങ്ങളിലും അവർ വല ചലിപ്പിക്കും. ഇതുവരെയും ഈ ലോകകപ്പിൽ 14 ഗോളുകളാണ് അവർ അടിച്ചുകൂട്ടിയത്. തുടർച്ചയായ 5 മത്സരങ്ങളിൽ 3-ലധികം ഗോളുകൾ നേടി റെക്കോർഡിടുകയും ചെയ്തു. ഫ്രാൻസിന്റെ ഗോളടി മികവ് പറയുമ്പോൾ അത്രയധികം ശ്രദ്ധ കിട്ടാത്ത ഏരിയയാണ് അവരുടെ ഡിഫൻസ് മികവ്. ടൂർണമെന്റിൽ അവർ ആകെ വഴങ്ങിയത് 3 ഗോളുകളാണ്. 1 ഗോൾ മാത്രം നേടിയ ഉനായ് സിമൺ വല കാക്കുന്ന സ്പെയിൻ മാത്രമാണ് ഇതിനേക്കാൾ മികച്ച റെക്കോർഡുള്ള ടീം. സാലിബയും കുണ്ടയും ഉപമക്കാലോയും ഒക്കെയുള്ള ഡിഫൻസ് അതിശക്തമാണ്. സ്പെയിനിൽ ഗോളടിക്കുന്നവർ പലരും ഉണ്ടെങ്കിലും മുന്നേറ്റം തങ്ങി നിൽക്കുന്നത് യമാലിലാണ്. ബോക്സിൽ ക്ലിനിക്കൽ ഫിനിഷിംഗ് നടക്കാത്തത് ഒരു പോരായ്മയാണ്. മധ്യനിരയിലെ റോഡ്രി പെഡ്രി കോംബോയാണ് മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത എക്സ്ട്രാ ഫാക്ടർ. കുക്കുറേയും പെഡ്രോ പോറോയും വിങ്ങുകളിൽ നടത്തുന്ന നീക്കങ്ങൾ പ്രധാനമാണ്. എന്നാൽ കൗണ്ടർ അറ്റാക്കിന് തക്കം പാർത്തു നിൽക്കുന്ന ഫ്രഞ്ച് പടക്ക് മുന്നിൽ ഇത് നടക്കുമോ എന്ന് കണ്ടറിയണം. 1 ഗോൾ മാത്രം വഴങ്ങിയ കുബാർസി നയിക്കുന്ന പ്രതിരോധം കരുത്തുള്ളതാണ്. 2010 ശേഷം ആദ്യമായാണ് സ്പെയിൻ സെമിയിലെത്തുന്നത്. ടിക്കി ടാക്കയെ പൊളിച്ചെഴുതി ലാഫുവിന്റെ മാറ്റിയെഴുതിയ പുതിയ ടാക്ടിക്സിലാണ് ഈ മുന്നേറ്റം. ഗ്രൂപ്പ് സ്റ്റേജിൽ കുഞ്ഞന്മാരായ കാബോ വെർദേക്കും അവരുടെ വൻമതിൽ വൊസീഞ്ഞോക്കും മുന്നിൽ ഗോളില്ലാതെ കീഴടങ്ങിയത് മാത്രമാണ് അവർക്ക് ഈ ലോകകപ്പിൽ കുറവായി പറയാനുള്ളത്. പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും പോർച്ചുഗൽ, ബെൽജിയം പോലെയുള്ള കരുത്തരെയാണ് അവർ തറ പറ്റിച്ചത്. മറുവശത്ത് ഫ്രാൻസ് ആകട്ടെ കഴിഞ്ഞ 2 ലോകകപ്പിലും ഫൈനലിൽ കടന്ന ടീമാണ്. ഗ്രൂപ്പ് സ്റ്റേജിലടക്കം വമ്പൻ വിജയങ്ങൾ നേടിയിട്ടാണ് എംബാപ്പെ സംഘത്തിന്റെ സെമി പ്രവേശം. ഗുസ്തി യുദ്ധം നടത്തിയ പാരഗ്വായോട് മാത്രമാണ് അവർ കുറച്ചൊന്ന് വിയർത്തത്. ഏതായാലും അറ്റാക്കിലും ഡിഫൻസിലും ശക്തരായ ടാക്ടിക്കൽ ബ്രില്യൻസ് ഉള്ള കോച്ചുമാരുള്ള ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിക്കുക ഒരു ഒന്നൊന്നര അനുഭവമായിരിക്കും.